ആരതി മാജിക് മോർണിംഗ് ബി മാജിക്കിന്റെ 2103 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈൻഡ് എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ പ്രഗ്നൻസി കെയർ കോച്ചിങ് ആൻഡ് സ്റ്റുഡന്റ് കൗൺസിലറായ ശൈല മോഹൻ മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. ഓക്കെ, താങ്ക് യു ആരതി. ഓക്കെ, ഇന്നത്തെ ദിവസം എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചതിന് നമ്മുടെ ഈ മാജിക് ഫൗണ്ടേഷനോടും എൻ്റെ മാതാപിതാക്കളോടും പ്രപഞ്ചശക്തിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ 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 ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ബി മാജിക് കൾച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ബി മാജിക്കിന്റെ കൾച്ചർ ഒന്ന് പറഞ്ഞേ. മാജിക് മോർണിംഗ് വിഷ് ചെയ്യാം. ക്ലാസ്സിൽ മെഡിറ്റേഷനിലും ക്ലാസ്സിൽ പങ്കെടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അഫർമേഷൻ എഴുതുക. ഓക്കെ, ടു ഡു ലിസ്റ്റ് എഴുതുക. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അങ്ങനെ സംഭവങ്ങളുണ്ട്. ഓക്കെ, സേവേഴ്സ് അല്ലേ? ഈ സേവേഴ്സ് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഏതായാലും നമ്മൾ ഈ സേവേഴ്സ് എല്ലാം നല്ല ശീലങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ കരുതിയിരിക്കുന്നതും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുന്നതും. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്? ഇനി അല്ലെങ്കിൽ അത് സാധിച്ചു കൊണ്ട് പോകാൻ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ എന്താണ് ഹാബിറ്റ് ട്രാക്കിംഗ്, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും ഞാൻ ഇന്നലെ നമ്മുടെ സേവേഴ്സ് കൾച്ചറിന്റെ എല്ലാ കാര്യങ്ങളും, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, സൈലൻസ് എക്സർസൈസ്, ഇതിനെ പറ്റി പറയാമെന്നായിരുന്നു ഓർത്തത്. അപ്പം നമ്മൾ എന്നും അത് കേട്ടോണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അതൊരു കൂടുതലായി പോകുമോ എന്നൊരു സംശയം. എന്നാൽ പിന്നെ ഈ ശീലങ്ങൾ നമുക്ക് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം എന്ന് പറയുന്നതല്ലേ നല്ലതെന്ന് ഓർത്ത് ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സിലെ ഒരു ചാപ്റ്റർ ആണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും നമ്മുടെ ഈ നല്ല ശീലങ്ങളും അതുപോലെ തന്നെ ഞാനിപ്പം ബി മാജിക് കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ഒരു ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ ഈ ശീലങ്ങളെ പറ്റി, നമ്മുടെ ജീവിതത്തിലെ ഏത് ശീലങ്ങളും നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഹാബിറ്റ് ട്രാക്കിംഗ്. അപ്പം അതിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആദ്യമേ അതിലൊരു കഥയോട് കൂടിയാണ് തുടങ്ങുന്നത്. നമ്മുടെ 1993 നമ്മുടെ കാനഡയിലെ വാൻകോവർ എന്ന ഏരിയയിൽ ഒരു ബാങ്കിൽ ഒരു ഡിർസ്മിഡ് എന്നൊരു 23 വയസ്സുകാരനെ അവര് ബാങ്കിൽ നിയമിച്ചു. അത് വാൻകോവർ, അദ്ദേഹം അവിടുത്തെ പുതിയ ആളായതുകൊണ്ടും അദ്ദേഹത്തിന് പ്രായം കുറവായതുകൊണ്ടും അയാളിൽ നിന്ന് കൂടുതലൊന്നും ആ ബാങ്കിലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ഒരു ദൈനംദിന ശീലം കൊണ്ട് അയാൾ അതിവേഗം പുരോഗതി പ്രാപിക്കുന്നതായിട്ടാണ് പറയുന്നത്. അയാൾ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു ദിവസം ബാങ്കിൽ വന്നാൽ തുടങ്ങുന്നത് 2 ജാറുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതിൽ ഒരു ജാറ് നിറയെ ഏകദേശം ഒരു 120ഓളം പേപ്പർ ക്ലിപ്പ് കാണും. മറ്റേ ജാറെന്ന് പറഞ്ഞാൽ ഒരു ശൂന്യമായിട്ടുള്ള ജാറുമായിരിക്കും. അപ്പം ഇയാൾ വന്നാൽ ഉടനെ തന്നെ അയാളുടെ ആ ഒരു സെയിൽസ് കോളിങ്ങിലായിരിക്കും ആണ് ഇദ്ദേഹത്തിന് ജോലി. അയാളുടെ ജോലി തുടങ്ങുവാണ്, സെയിൽസ് കോളിംഗ് തുടങ്ങുവാണ്. അപ്പം ഓരോ കോളും കഴിയുമ്പോഴത്തേക്കും ഈ നിറഞ്ഞ ജാറിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്ത് ഈ ശൂന്യമായിട്ടുള്ള ജാറിലേക്ക് മാറ്റും. അങ്ങനെ ഓരോ ദിവസവും 120 ക്ലിപ്പുകളുമായി തുടങ്ങുന്ന അയാൾ ആ ക്ലിപ്പ് തീരും വരെ അത് ഡയൽ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ടൊരു 18 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ജോലി ഇങ്ങനെ ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ബാങ്കിലേക്ക് ഏകദേശം 5 ദശലക്ഷം ഡോളറോളം വരികയുണ്ടായി. അങ്ങനെ ബാങ്ക് വളരെ നല്ല രീതിയിൽ പ്രതിവർഷം
കോടികളെന്നുള്ള പറഞ്ഞ രീതിയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം 1 വർഷമേ അവിടെ നിന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം നല്ലൊരു മികച്ച ജോലി കിട്ടിയപ്പം അദ്ദേഹം അവിടുന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഹാബിറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശൈലിയെ നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സിന്റെ ഓതറായ ജെയിംസ് ക്ലിയർ പറയുന്നത് ഒരു പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്നാണ്. പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്നാണ് ഈ സ്ട്രാറ്റജിയെ വിളിക്കുന്നത്. അപ്പം ഇതേ രീതി പല കാര്യങ്ങളിലും അദ്ദേഹം അവലംബിച്ചപ്പോൾ അല്ലെങ്കിൽ ആളുകൾ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വളരെ നല്ലതാണെന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു ലേഡി ആണെങ്കിൽ അവരുടെ ഹെയർ പിൻ ഉപയോഗിച്ചാണ് ഒരു കാര്യം ചെയ്തത്. ലേഡി ഒരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഹെയർ പിന്ന് 1 പേജ് എഴുതി കഴിയുമ്പോഴത്തേക്കും ഒരു ഹെയർ പിന്ന് മാറ്റിവെക്കും. പിന്നെ ചിലപ്പം ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇപ്പം പുഷപ്പ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഓരോന്ന് എടുത്ത് കഴിയുമ്പോൾ ഒരു കല്ലെടുത്ത് ഒരു മാറ്റി വെച്ച് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിന് പറയുന്നത് ശരിക്കും പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി എന്നാണ്. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു 120 പേപ്പർ ക്ലിപ്പ് ഒഴിഞ്ഞ പാത്രത്തിൽ നിറഞ്ഞിരുന്നതിൽ നിന്നും ഒഴിഞ്ഞ പാത്രത്തിലേക്ക് ജോലി ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിക്കും അതൊരു പുരോഗതിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയമാണ് കാണിക്കുന്നത്. അപ്പം വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും എന്താണ് സംതൃപ്തി കിട്ടും. ആ സംതൃപ്തി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും പിന്നെയും അത് കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. തന്നെയും അത് നമ്മുടെ മുൻപിൽ കാണുകയാണ്, ഒരു ദൃശ്യമായിട്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പെരുമാറ്റത്തെയും അത് നിയന്ത്രിക്കും എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ സംതൃപ്തിയും നല്ല അനുഭവങ്ങളും നൽകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ഹാബിറ്റ് എന്നും സൂക്ഷിക്കുവാൻ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ സഹായിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പം വർക്കൗട്ട് ലോഗ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫുഡ് ജേണൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്നാൽ അതിനെപ്പറ്റിയുള്ള ഈ രീതിയിലുള്ള ഒരു ട്രാക്കർ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ ശീലങ്ങളെ എങ്ങനെയാണ് ഒരു ട്രാക്കിലാക്കാം എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു നല്ല ശീലം പാലിച്ചോ ഇല്ലയോ എന്നളക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ പറഞ്ഞ ഹാബിറ്റ് ട്രാക്കർ. അതില് ശരിക്കും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഒരു കാര്യം ചെയ്യാനുള്ളത് നമ്മൾ എവിടെയാണ്, നമ്മൾ ചിലപ്പം ഹാബിറ്റ് ട്രാക്കർ ഒന്നും ആയിരിക്കാമല്ലോ ഉപയോഗിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് കലണ്ടറിലേക്കാണ് അല്ലെ നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കലണ്ടറിൽ ഓരോ ശീലം പാലിക്കുമ്പോഴും അത് രേഖപ്പെടുത്തി പോവുകയാണെങ്കിലും ശരിക്കും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും എത്രമാത്രം പുരോഗതി ഉണ്ടായെന്നുള്ളതിന്റെ ഒരു രേഖയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ ബുധനാഴ്ചയും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചാൽ ആ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ള ഒരു രേഖയായിട്ടുണ്ട്. ഇതും ധാരാളം ആളുകൾ എന്നിട്ട് ഈ രേഖകളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുടെ ഏറ്റവും പ്രശസ്തനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. 20-ാം വയസ്സ് മുതൽ ഫ്രാങ്ക്ലിൻ പോകുന്നിടത്തൂടെ എല്ലാം ഒരു ചെറിയ ബുക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം 13 കാര്യങ്ങളാണ് അതിൽ കണക്ക് വെച്ചത്. അതിൽ 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമയം കളയാതെ എപ്പോഴും നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓരോ ദിവസവും ഫ്രാങ്ക്ലിൻ തന്റെ ബുക്കിൽ തുറന്ന് ഈ ചെയ്യുന്നതിന്റെ പുരോഗതി അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റിയത്. അടുത്തതാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, കണ്ണി മുറിയാതെ കാക്കുക എന്നൊരു വാക്ക് പറയാറുണ്ട്. കണ്ണി മുറിയാതെ കാക്കുക എന്നു പറഞ്ഞാൽ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണ്. പ്രത്യേകിച്ച് ഈ സെയിൽസ് കോളുകളൊക്കെ 120 കോളും മറ്റുമൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് വിളിച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല വിജയത്തിൽ എത്താൻ പറ്റിയത് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ സംരംഭത്തിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. ഇപ്പം വ്യായാമത്തിലാണെങ്കിൽ കണ്ണി മുറിയാതെ നമ്മൾ ആ എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ പ്രതീക്ഷിച്ചതും വേഗത്തിൽ നമുക്ക് ആരോഗ്യവാനായിട്ട് മാറാൻ പറ്റും. എന്നും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചിത്രകാരനായിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കിങ്ങിലൂടെ വേഗം തന്നെ നമ്മുടെ
സ്വഭാവത്തിന്റെ ആ ഒരു ദൃശ്യമായിട്ടുള്ളതും ആകർഷകമായിട്ടുള്ളതും സംതൃപ്തി തരുന്നതുമായ ഒരു രീതിയിലേക്ക് മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പം ഇവിടെ പിന്നെ എന്തൊക്കെയാണ് ഈ ഹാബിറ്റ് ട്രാക്കിങ്ങിന്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 3 പ്രയോജനങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് ഈ ഹാബിറ്റ് ട്രാക്കിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തുമ്പോഴത്തേക്കും അതൊരു ദൃശ്യമാണ്. പിന്നെ അത് വളരെ ആകർഷകമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അത് നമുക്ക് സംതൃപ്തി നൽകുന്നു. ഈ 3 കൂട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആക്ടിവിറ്റീസിലേക്കും പോവുക. നമ്മുടെ ഭീമാജിക്കിന്റെ കൾച്ചേഴ്സിന്റെ മാത്രം ഒരു ഉദാഹരണമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ അല്ലാതെയും ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കിങ് ഉപയോഗിക്കാം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഇത് ദൃശ്യമാണെന്നുള്ളതാണ്. ഹാബിറ്റ് ട്രാക്കിംഗ് ദൃശ്യമാണ്. 120 ക്ലിപ്പ് നിറഞ്ഞിരുന്ന ഒരു ബോക്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജാറിൽ നിന്നും അത് എംറ്റി ആയിട്ടുള്ള ആ ഒരു ബോക്സിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും ഒരു ദൃശ്യമാണത്. അപ്പോൾ എന്ത് വേണ്ടി ഇത് ദൃശ്യമാകുമ്പോഴത്തേക്കും നമുക്കത് കൂടുതൽ ആവർത്തിക്കാനുള്ള പ്രചോദനം നൽകും. അതാണ് സത്യം. നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ശീലം തുടരാനുള്ള ആ ഒരു പ്രചോദനമാണ് അതിൽ നിന്നും ഉണ്ടാകുന്നത്. ഇങ്ങനെ നമുക്ക് തൂക്കം കുറയ്ക്കുകയോ അല്ലെങ്കിൽ പുകവലിയൊക്കെ ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് അത് മാറ്റുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിനോ ഒക്കെ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്യുന്നവർക്ക് ആ ലക്ഷ്യത്തിനെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മൾ നമുക്കൊക്കെ സ്ട്രെസ്സാണ് മെയിനായിട്ട് ജീവിതത്തിൽ പറയുന്നത്. അപ്പൊ ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഒന്നുമല്ല, നമ്മൾ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രീത്തിങ് എക്സർസൈസ് ആണെങ്കിലും ഡെയിലി ഒരേ ടൈമിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മളെപ്പോഴും സ്ട്രെസ്സാന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നുണ്ടോ, നമ്മളത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് കൂടുതൽ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരു 1600ഓളം പേരിൽ ഒരു പഠനം നടത്തിയതിൽ ഫുഡ് ലോഗ് ഉപയോഗിച്ച് അതിന്റെ ആ ഒരു ചിട്ടയായിട്ടുള്ള ആ ഒരു ഇത് എന്താണ് ആ ഒരു കാർഡിൽ പറയുന്നത് മാത്രം കഴിച്ചിട്ടുള്ള ആൾക്കാരില് ശരിക്കും ആ ഒരു തൂക്കം കുറയുകയും മറ്റുള്ളവരില് ഭയങ്കര ഇരട്ടിയായിട്ട് കൂടുതൽ വണ്ണം വെക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം ഒരു സ്വഭാവത്തിന്റെ കണക്ക് വെക്കുന്നത് തന്നെ നിങ്ങളുടെ ശീലം മാറ്റാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു റെക്കോർഡ്, കണക്ക് മീൻസ് ചിലപ്പം കണക്കാകാം, ചിലപ്പം ഒരു റെക്കോർഡാകാം, അത് വെക്കുന്നത് നമുക്ക് ശരിക്കും പ്രചോദനം നൽകുന്നതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അപ്പം അതൊരു പ്രയോജനം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണക്ക് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ഹാബിറ്റ് ട്രാക്കിംഗ് നടത്തുന്നത് കൊണ്ട് നമുക്കത് കൂടുതൽ സത്യസന്ധരാക്കുകയും ചെയ്യും. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലാതെ നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനും നമുക്ക് സത്യസന്ധരായിട്ട് മുന്നോട്ട് പോകാനും ഇത് സാധിക്കും. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പലർക്കും നമ്മുടെ ആ ഒരു പെരുമാറ്റത്തിലൊക്കെ വളരെ വികല്പമായിട്ടുള്ള ചിലപ്പോൾ ഒരു കാഴ്ചപ്പാട് കാണുമായിരിക്കും. നാം ശരിക്കും ഉള്ളതിലും മികച്ച രീതിയിലാണ് പെരുമാറുന്നത് എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകാം. അപ്പം അളവുകൾ സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മെ നമ്മുടെ തന്നെ അന്ധത തിരിച്ചറിയാൻ സഹായിക്കും. അപ്പം നമുക്ക് സത്യസന്ധമായിട്ട് പോകാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ട്രാക്കിംഗ് ആകർഷകമാണ്. അത് നമുക്ക് ഏറ്റവും മികച്ച ഒരു പ്രചോദനം നൽകി നമ്മുടെ പുരോഗതിയിലേക്ക് നയിക്കും. ആ പാതയിലൂടെ തന്നെ നമ്മൾക്ക് തുടർന്നാൽ നമുക്ക് വിജയം ലഭിക്കും എന്നുള്ള ഒരു നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പം ഓരോ ചെറിയ വിജയവും നമ്മുടെ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് മോശം ദിവസങ്ങളിൽ അത് വളരെ ശക്തമായ ഒരു പ്രചോദനമായി ചിലപ്പോൾ മാറാം. ഇപ്പൊ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അതുവരെ നേടിയ പുരോഗതിയെ പറ്റിയൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ ഹാബിറ്റ് ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ കഠിന പരിശ്രമത്തിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എത്ര ദൂരം നമ്മൾ മുന്നോട്ട് വന്നുവെന്നും ഇനി എത്രമാത്രം പോകാനുണ്ടെന്നും ശൂന്യമായിട്ടുള്ള ഒരു ഭാഗമില്ല എന്നുള്ള കാര്യവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ട്രാക്കിംഗ് സംതൃപ്തി തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതാണല്ലോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിലും
നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോ ഈ വിമാജിക്കിന്റെ ഈ 5:30ക്ക് എന്നും നമ്മൾ ഇത്രയും ആൾക്കാർ കൂടുന്നു, എന്തുവാണ് നമുക്ക് അതിൽ നിന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും സന്തോഷവും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കത്തില്ല. അപ്പം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നമ്മുടെ ടു ഡു ലിസ്റ്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ കൾച്ചറിനകത്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ആ ടു ഡു ലിസ്റ്റ് എഴുതി ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഓരോന്നും വെട്ടിക്കളയുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കത് നല്ലൊരു പ്രതിഫലം തരും, സന്തോഷം തരും. നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ കൂടുതലും എന്താ ചെയ്യുന്നത്, നമ്മൾ ഫലത്തിലല്ല പ്രവൃത്തിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും തീർച്ചയായിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാല് ഹാബിറ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാല് ചെയ്യേണ്ട പ്രവൃത്തികൾ ഓർമ്മിക്കാൻ നമ്മൾക്ക് സൂചന നൽകുന്നുണ്ട്. നമ്മുടെ പുരോഗതിയെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്കതൊരു പ്രചോദനം നൽകുന്നു. ഓരോ തവണയും ഓരോ ശീലം രേഖപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു വിജയം സമ്മാനിക്കുന്നു. തന്നെയുമല്ല, നമ്മളായി തീരാൻ ആഗ്രഹിക്കുന്ന തരം മനുഷ്യനിലേക്ക് ഓരോ തവണയും നിങ്ങൾ സ്വയം വോട്ട് ചെയ്യുകയാണ്. പെട്ടെന്നുള്ള പ്രതിഫലത്തിന്റെ മനോഹരമായ ഒരു മാർഗമാണിത്. അപ്പം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സംതൃപ്തി നൽകുന്ന രീതിയിൽ, ആകർഷകമായ രീതിയിൽ, ദൃശ്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സഹായിക്കുന്ന ഒരു മാർഗമായിട്ട് നമുക്ക് ഹാബിറ്റ് ട്രാക്കിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ ഹാബിറ്റ് ട്രാക്കിംഗ് യൂസ് ചെയ്യാം. ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും പല ആളുകൾക്കും ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അളവ് സൂക്ഷിക്കുക ഇത് തീരെ താല്പര്യമില്ലാത്ത ഒരു ആളുകളും കാണും. താല്പര്യമില്ലാത്ത ഒരു കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരു അളവ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ കാര്യങ്ങള് ബിസിനസ്സുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നവരുമുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അതിനകത്ത് ഒരു ഉഴപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ചിലർക്ക് അതൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഫാമിലി ബഡ്ജറ്റിംഗ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ എത്ര പേര് നമ്മുടെ ഡെയിലി എക്സ്പെൻസ് എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു മന്ത്ലി എത്രമാത്രം ചെലവാകുന്നുണ്ട് നമ്മൾ എഴുതി വെക്കുന്നുണ്ടോ? ഇല്ല. എഴുതുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം ആൾക്കാരും എഴുതി വെക്കാറില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് 2 ശീലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തേത് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ശീലം, പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ ട്രാക്ക് ചെയ്യുന്ന ശീലം. അപ്പൊ നമ്മളിത് എഴുതി വെക്കുവാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. നമ്മൾ എന്ത് ശീലങ്ങളാണ്, ഈ ഒരു മാസത്തെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്കൊന്ന് അറിയണമെന്നുള്ള ആ ഒരു ആഗ്രഹവും, അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം അത് ഫലത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മളിപ്പം ഫുഡ് കഴിക്കുന്നതായാലും ബാക്കി എന്ത് ജോലി ചെയ്യുന്നതായാലും നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാക്കിംഗ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും അളക്കേണ്ട കാര്യമില്ല. എന്നാൽ അല്പകാലത്തേക്കെങ്കിലും ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തേക്കാം. ഇനി ഈ ട്രാക്കിംഗ് നമുക്ക് എളുപ്പമാക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ സാധിക്കുന്ന ഇടത്തെല്ലാം ഈ അളവ് സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലോ, എന്നാ വെറുതെ കളഞ്ഞാലും അളന്ന് കളഞ്ഞണമെന്നോ അങ്ങനെ എന്തോ ഒരു ചൊല്ല് പറയാറുണ്ട്. എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സാധിക്കുന്നിടത്തെല്ലാം നമുക്ക് അളവ് സൂക്ഷിക്കാൻ നമ്മൾ യാന്ത്രികമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്തൊക്കെ ട്രാക്ക് ചെയ്യുന്നു എന്ന് നിങ്ങളെ അമ്പരിപ്പിക്കും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹാബിറ്റ് ട്രാക്ക് തന്നെ ഉണ്ടാക്കിയാൽ, ഇപ്പം നമ്മൾ ഒരു വർഷം എത്ര ഇടങ്ങളിൽ യാത്ര പോയിരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു കലണ്ടറിൽ ട്രാക്ക് ചെയ്തിട്ടാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറന്നു പോകും. അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു നല്ല കാര്യമാണ്. പിന്നെ രണ്ടാമതായി, നമ്മുടെ പ്രധാന ശീലങ്ങൾ മാത്രമാണ് നിങ്ങൾ സ്വയം ട്രാക്ക് ചെയ്യേണ്ടത്. നമുക്ക് പ്രാധാന്യം നൽകുന്ന, ഇപ്പം ബി മാജിക്കിലാണെങ്കിൽ നമ്മൾ ആ കൾച്ചേഴ്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കും. വല്ലപ്പോഴും 10 ശീലങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിലും എളുപ്പം ഒരു ശീലം കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതാണ്. ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാം കൂടെ ആയിട്ട് ഒന്നുമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാതെ ഏതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെന്നാൽ ആ ഒരു ആവശ്യത്തിന് ആ ഒരു ശീലത്തിന് നമ്മൾ കൂടുതലായിട്ടും
ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും. ഒരു ശീലം തീരുമ്പോൾ നമ്മൾ അത് എഴുതി സൂക്ഷിക്കുക. ഈ രീതിയിൽ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിങ്ങും ഹാബിറ്റ് ട്രാക്കിങ്ങും കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന പറയുന്നത്. ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ശീലത്തിനോടൊപ്പം ഒരു പുതിയ ശീലത്തെ കൂട്ടിച്ചേർക്കുന്നതിനാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ചായ കുടിക്കുവാണെങ്കിൽ ഞാൻ രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ധ്യാനിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണത്തിനോട് ഒരു പഴയതിനോട് ഒരു പുതിയത് കൂട്ടിച്ചേർക്കുന്നതിനാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ശീലം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശീലം നെക്സ്റ്റ് ശീലം അതിനോട് ഞാൻ ചേർത്ത് വെക്കും എന്നുള്ളത്. ഞാൻ എൻ്റെ സെയിൽസ് കോൾ നിർത്തിയാലുടൻ ഞാൻ ഒരു പേപ്പർ ക്ലിപ്പ് നീക്കും. ഒരു സെറ്റ് വ്യായാമം ചെയ്താലുടൻ എൻ്റെ ജേണൽ എഴുതും. പാത്രം ഡിഷ് വാഷറിൽ ഇട്ടാൽ ഉടൻ ഞാൻ എന്താണ് കഴിച്ചതെന്ന് എഴുതി വെക്കും. അങ്ങനെ ആ ഒരു ശീലം ഒന്നിനോട് ചേർത്ത് വെക്കുന്നതിനാണ് സ്റ്റാക്കിംഗ്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലപ്പം അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ അത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശീലം നമ്മൾ മറന്നാൽ എങ്ങനെ വേഗം നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു അസുഖം വരുവോ അല്ലെങ്കിൽ നമുക്കൊരു ദൂരയാത്ര ചെയ്യേണ്ടി വരുവോ ഒക്കെ വരുന്ന അവസരമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലൊക്കെ ചില ദിവസം നമുക്ക് ചെയ്യണമെന്നൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തൊന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഒരു ദിവസം ആ ഒരു ശീലം നമ്മൾ മറക്കുവാണെങ്കിൽ അതിവേഗം അതിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുക. ചിലപ്പം ഒരു ദിവസം വ്യായാമം ചെയ്യാതെ വരാം, പക്ഷെ 2ാം തവണ അങ്ങനെ ആകാൻ സമ്മതിക്കരുത്. ആദ്യത്തെ തെറ്റല്ല നിങ്ങളെ നശിപ്പിക്കുന്നത്, തുടരെ ഉണ്ടാകുന്ന തെറ്റുകൾ. അതായത് നമ്മൾ ഒരു ദിവസം ചെയ്തില്ല എന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് തുടരെ ആവർത്തിച്ച് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ തെറ്റുകളായിട്ടും അതൊരു അപകടമായിട്ടും ഒക്കെ മാറുന്നത്. അത് തന്നെയാണ് നമ്മൾ വിജയിക്കുന്നവരും അതുപോലെ തന്നെ തോൽവി ഏറ്റുവാങ്ങുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഒരു മോശം പ്രകടനം നമുക്ക് ചിലപ്പോൾ ആർക്കും സംഭവിക്കാം, എന്നാൽ വിജയികൾ തോൽക്കുമ്പോൾ അവർ അതിലും വേഗം തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിജയികളൊക്കെ എപ്പോഴും എത്ര തോറ്റാലും അവര് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നിലേക്ക് വന്ന് അവരുടെ പ്രകടനം നന്നായിട്ട് കാഴ്ചവെക്കാനുള്ള പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അവർ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നത്. ഒരു ശീലം നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നത് പോലെ മുടക്കം വരാതെ നമ്മൾ ചെയ്യാൻ നോക്കണം. അപ്പം നമ്മുടെ സേവേഴ്സ് കൾച്ചർ നമുക്കൊരു 10 സെന്റൻസ് ഒക്കെ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മുടക്കം വരുന്നില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ശീലങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നുകിൽ മുഴുവൻ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അവസ്ഥയിലാണ്. മിക്കവാറും മനുഷ്യർക്ക് അതാണ് സംഭവിക്കുന്നത്. എഴുതുവാണെങ്കിൽ മുഴുവനും എഴുതും, അല്ലെങ്കിൽ ഒന്നും എഴുതില്ല. അപ്പം നമ്മുടെ ആ ഒരു ശീലത്തില് ഒരു ലാഭം അല്ലെങ്കിൽ ഒരു പുരോഗതി കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു വ്യായാമത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലും പ്രധാനം നമ്മൾ ആ വ്യായാമ ശീലം വിട്ടുകളയാത്ത വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മുടെ സേവേഴ്സ് കൾച്ചർ നമ്മൾ കുറച്ച് എഴുതിയുള്ളെങ്കിലും അതിന്റെ ആ ഒരു റുട്ടീൻ വിട്ടുകളയാതെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ നന്നായി ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ശീലങ്ങളെ മോശമായി ബാധിക്കുന്ന ഒരു രീതിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഒരു ശീലം എപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ അല്ല ട്രാക്ക് ചെയ്യണമെന്നറിയുക. അതാണ് ലാസ്റ്റ് പാർട്ട്. നമ്മൾ എപ്പോഴാണ് ഒരു ശീലം ട്രാക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ അല്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഹോട്ടൽ നടത്തുവാണെന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ പാചകക്കാരൻ നല്ല ജോലിയാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയണം. നമ്മുടെ പാചകക്കാരൻ നല്ല ഒരാളാണോ, അയാൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് തിരിച്ചറിയണമെന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ അറിയാൻ സാധിക്കും? അത് പറയാൻ പറ്റുമോ? നമ്മളൊരു ഹോട്ടൽ നടത്തുക, നമ്മുടെ പാചകക്കാരൻ സൂപ്പർ കുക്കാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ ഒന്ന് തിരിച്ചറിയുന്നത്? പറയാമോ? ഇതിനകത്ത് ഹോട്ടൽ ഉടമകളൊക്കെ കാണുമല്ലോ, പറഞ്ഞേ. കേക്കാൻ വയ്യ ഷൈനി, കേക്കാൻ വയ്യ.
ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം ചെക്ക് ചെയ്യാം. ആ ഓക്കെ. പിന്നെ നമ്മൾ ഫുഡ് ടെസ്റ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചേ, കൂടുതൽ കോംപ്ലക്സിലേക്ക് പോകാതെ. നമ്മുടെ സ്ഥാപനത്തിലെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അന്വേഷിക്കാം. അഭിപ്രായം ആദ്യം പറഞ്ഞല്ലോ. പിന്നെ എത്രത്തോളം നമ്മൾ ഷോപ്പിലേക്ക് ആളുകൾ വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. അതെ അതെ അതെ, നമ്മൾ കൂടുതൽ കോംപ്ലക്സിലേക്ക് പോകാതെ നമ്മുടെ ഷോപ്പിൽ എത്ര പേര് കേറുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അയാളുടെ കുക്കിംഗ് എത്രമാത്രം നല്ലതാണെന്നുള്ളത്. സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് അനസസ് ചെയ്യാൻ പറ്റും അല്ലേ. ഓരോ ദിവസവും എത്ര പേര് അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കുന്നത് ഒരു രീതി. കൂടുതൽ ആളുകൾ വന്നാൽ ഭക്ഷണം നല്ലതും കുറവ് ആളുകൾ വന്നാൽ മോശവുമാണെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. എന്നാൽ ഈ ദിവസേനയുള്ള ചെലവ് കണക്ക് കൃത്യമായ ഒരു ചിത്രം തരണമെന്നില്ല. നമുക്കിപ്പോ ഇങ്ങനെ ആള് വന്നാലും ആ ചെലവിനെ പറ്റിയുള്ള കണക്ക് നല്ല കൃത്യമായിട്ട് ഒരു ചിത്രമൊന്നും തരത്തില്ല. ഒരാൾ ഭക്ഷണത്തിന്റെ പണം തന്നതുകൊണ്ട് അയാൾ അത് ആസ്വദിച്ച് കഴിച്ചു എന്നും അർത്ഥമില്ല. ഭക്ഷണം ഇഷ്ടപ്പെടാത്തവർ പണം കൊടുക്കാതെ പോകുന്നില്ലല്ലോ. നിങ്ങളുടെ ഭക്ഷണം മോശമായാലും പരസ്യവും കഴിവുകളും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ആളുകളെ വേണമെങ്കിൽ ആകർഷിക്കാൻ കഴിയും. എത്ര ആളുകൾ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നു എന്ന് നോക്കുന്നതോ നല്ല ടിപ്പ് എത്ര പേർ നൽകുന്നു എന്ന് ശ്രദ്ധിക്കുന്നതോ ഒക്കെ ആവും ഗുണകരം. ഇപ്പം കൂടുതൽ ആൾക്കാർ കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ടോ, സപ്ലയേഴ്സിന് ടിപ്പൊക്കെ കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നല്ലതാണ്, അല്ലെങ്കിൽ ആ ഹോട്ടൽ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്വഭാവം ട്രാക്ക് ചെയ്യുന്നതിലെ ഒരു പ്രശ്നം, നാം ആ സ്വഭാവത്തിന്റെ ലക്ഷ്യത്തിന് പകരം ട്രാക്കിന്റെ പുറകെ പോകും. അത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലെ. നമ്മൾ ലക്ഷ്യം മുൻനിർത്തിയാണ് പോണമെന്ന് പറഞ്ഞാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു ഗോൾ ഇല്ലാതെ എതിലെയൊക്കെയോ പതറി നടന്ന് എന്തൊക്കെയോ ചെയ്ത് ലക്ഷ്യത്തിൽ എത്താതെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ വിജയം കൂടുതൽ ലാഭമാണെങ്കിൽ നമ്മളുടെ കണക്കുകളും വിൽപ്പനയും ഒക്കെ കൂടുതൽ സംഖ്യയിൽ എത്തിക്കാൻ ശ്രമിക്കും. നമ്മുടെ വെയിറ്റ് കുറയ്ക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ക്രാഷ് ഡയറ്റ് എടുക്കുകയോ ജ്യൂസ് മാത്രം കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഏത് ഗെയിം കളിച്ചാലും അതിൽ ജയിക്കുക എന്നതാണ് മനുഷ്യ മനസ്സിന്റെ ലക്ഷ്യം അല്ലെ. നമ്മൾ എന്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മനസ്സിൽ നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളിവിടെ കേൾക്കുന്നതാണ്, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തേ മുന്നോട്ട് പോകാവുള്ളൂ. സാറ് നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്നതാണ് അല്ലെ. നമ്മൾ വീക്കിലി ഗോള്, മന്ത്ലി ഗോള്, ഇയർലി ഗോളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ജീവിതത്തിന്റെ പല ഘട്ടത്തിലും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. നമ്മൾ കൂടുതലും ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം വേറെന്തെങ്കിലുമൊക്കെയോ ചെയ്ത് സമയം ചിലപ്പം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നല്ല രീതിയിൽ നടക്കാതെ 10,000 കാലടികൾ വെറുതെ മുന്നോട്ട് വെക്കുന്നതും ആ ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ആരും പഠിക്കുവാണെങ്കിലും കൂടുതലും പഠനത്തിലും കൗതുകത്തിലും ഒക്കെ ശ്രദ്ധ കൊടുക്കാതെ എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടിയുള്ള പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാം അളക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങുക. തെറ്റായ കാര്യം വളർന്നാൽ തെറ്റായ ശീലമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് ഗുഡ് ഹാർട്ട്സ് നിയമം പറയുന്നത്. ഇതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അളവ് ലക്ഷ്യമായി മാറുമ്പോൾ അതൊരു നല്ല അളവ് അല്ലാതെയാകുന്നു. നിങ്ങൾക്ക് ലക്ഷ്യബോധം തരുമ്പോഴാണ് ഒരു അളവ് നല്ല അളവായി മാറുന്നത്. അത് നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല. ഓരോ നമ്പറും ഒരു വലിയ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോയാലേ നമുക്ക് നല്ല അളവ് കിട്ടത്തുള്ളൂ. ഈ ഹാബിറ്റ് ട്രാക്കിങ്ങിന്റെ കൃത്യമായ ഉപയോഗം പ്രധാനമാണ്. കാരണം ഒരു ശീലം അളക്കുന്നത് തൃപ്തികരമാണ്, എന്നാൽ അളക്കൽ മാത്രമല്ല പ്രധാനം, നമ്മൾ അതിന്റെ പുരോഗതി അറിയാനും കൂടി ശ്രമിക്കണം. അപ്പം
നമ്മുടെ പുരോഗതിയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അളക്കുക. ഹാബിറ്റ് ട്രാക്കിങ്ങിലൂടെ അളക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ആസ്വാദ്യമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഏത് ദിശയിലാണ് നീങ്ങുന്നതെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തലുണ്ടാവും. അങ്ങനെ നന്നായി ചെയ്ത ഒരു ജോലിയുടെ ആനന്ദവും അതിൽ നിന്നുള്ള ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുവാനും ഒക്കെ ഈ ഹാബിറ്റ് ട്രാക്കർ നമ്മളെ സഹായിക്കുമെന്നാണ് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഒരു ജോലിയിലെ ഏറ്റവും സംതൃപ്തി തരുന്ന അവസ്ഥ. നിങ്ങൾ ഒരു ശീലം പാലിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഹാബിറ്റ് ട്രാക്കർ. ഒരു കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോലെ ഹാബിറ്റ് ട്രാക്കറും ഇത്തരം ദൃശ്യമായ മറ്റ് കണക്കുകളും നമ്മുടെ പുരോഗതിയുടെ അളവുകളായി നമുക്ക് കാണാൻ സാധിക്കും. പുരോഗതിയുടെ ചങ്ങല പൊട്ടാതെ നോക്കാൻ ഇത് നമ്മെ സഹായിക്കും. നമ്മുടെ ശീലങ്ങൾ മുറിയാതെ നമുക്ക് തുടരാൻ പറ്റും. അതിലേറെ തവണ ഒരു ശീലം മുടക്കാതിരിക്കുക. ഒരു ദിവസം മുടങ്ങിയാൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. കൂടുതൽ ദിവസം മാറിയാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. നിങ്ങൾക്കൊരു കാര്യം അളക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അത് പ്രധാനമല്ലാതെ ആകുന്നുമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹാബിറ്റ് ട്രാക്കിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കിങ്ങിന് പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നാം അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു. അപ്പം നമ്മളൊരു നല്ല ശീലം പാലിച്ചോ ഇല്ലയോ എന്ന് അളക്കാനുള്ള ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഹാബിറ്റ് ട്രാക്കർ. അത് ദൃശ്യമാണ്, ആകർഷകമാണ്, സംതൃപ്തി തരുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഹാബിറ്റ് ട്രാക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. അപ്പോൾ ഫീഡ്ബാക്സ് അറിയിക്കാനായി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. മാജിക് മോർണിംഗ്. എന്തോ പറഞ്ഞു? നന്നായിട്ടുണ്ട് കേട്ടോ. ഹലോ. ഞാന് പിന്നെ ഒരു ഇതിന്റെ അതായത് അളന്ന് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം അല്ലേ, അങ്ങനെയാണ് ഇതില്. അപ്പൊ ഒരാള് എല്ലാറ്റിനും വേണം. പിന്നെ അതുപോലെ ബ്രൂസ്ലിന്റെ ഒരു വാക്കുണ്ട്, 1000 അടവ് പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല, ഒരടവ് സ്ഥിരമായി പരിശീലിക്കുന്ന ആളെ എനിക്ക് പേടിയാണ്. അപ്പോ ഒരു ശീലം അത് ഒട്ടും വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യണം എന്നുള്ളത് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ്, കൂടുതലും കുറയും ഇല്ലാതെ സ്ഥിരമായി അത് കൊണ്ടു നടക്കുക എന്നുള്ളൊരു, നമ്മളെ സേവേഴ്സ് കൾച്ചർ വിഭാജിക്കലുള്ളവരൊക്കെ ഏകദേശം പാലിക്കുന്നുണ്ടാകും. അതില് ചിലതൊക്കെ വിട്ടുപോയാലും വീണ്ടും അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. മാജിക് മോർണിംഗ്. ശീലമാം ഇന്നത്തെ ഹാബിറ്റ് ട്രാക്കിനെ പറ്റി നല്ലൊരു ക്ലാസ്സാണ്. ഒരു അവയർനെസ്സാണ് കിട്ടിയത്. ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി ചെയ്യുന്നത് നോട്ട് ബുക്കിൽ എഴുതി വെക്കലായിരുന്നു. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്തത്, ഞാൻ നാളെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും. അതൊരു ശീലം വരുന്നുണ്ട്. അത് നല്ലൊരു പോയിന്റാണ് ശീലമാൻ പറഞ്ഞത്. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ തുടർന്ന് ഇനി വരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല നല്ല പോയിന്റുകളാണ്, ഉദാഹരണ സഹിതമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. മാജിക് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാം? ഹലോ. കേൾക്കാം മോളെ, പറഞ്ഞു. ഓക്കെ, നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ഹാബിറ്റ് ട്രാക്കിംഗ്. അതായത് നമ്മുടെ നല്ലൊരു ശീലം പാലിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു കാര്യമാണ് ഹാബിറ്റ്. അതിന് കുറച്ച് ഉദാഹരണങ്ങളും ഒക്കെ നാം പറഞ്ഞിരുന്നു. സാറ് പറഞ്ഞതുപോലെ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയുക. അതുപോലെ ഹാബിറ്റ് ട്രാക്കിങ്ങിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നാം പറഞ്ഞു. അതായത്
ദൃശ്യം ആണ്, ആകർഷകമാണ്, സംതൃപ്തി ഉണ്ടാക്കും. അപ്പം അതായത് നമ്മൾ എന്ത് ചെയ്താലും അതൊരു കണക്കുണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ അത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ, അങ്ങനെ ഒരു കണക്കൊക്കെ സൂക്ഷിച്ചാൽ. പിന്നെ നമ്മളെ ആകർഷകവും, അതായത് നമ്മളൊരു ചെറിയ വിജയവും നമ്മളെ ഉത്തേജിപ്പിക്കും. അതുപോലെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇന്ന കാര്യം ചെയ്തു എന്നും പറഞ്ഞ് നമ്മളൊരു മാർക്കൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്കത് നല്ലൊരു എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കുറെ ഉണ്ട് പറയാൻ, എല്ലാവർക്കും പറയണമല്ലോ. നല്ലൊരു കാര്യമായിരുന്നു. താങ്ക് യു ശിലാമ്മ. താങ്ക് യു. താങ്ക് യു മാം. മാജിക് മോർണിംഗ് ഷീല മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കിംഗ് നല്ല ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സിലെ ഒരു ഭാഗമാണെങ്കിലും വളരെ ഭംഗിയായിട്ട് അത് ഒന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് എന്തിനും ഒരു അളവുണ്ടായിരിക്കുക അല്ലെങ്കിൽ കണക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും മോശപ്പെട്ട ശീലങ്ങൾ ഒഴിവാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ നല്ല ജീവിത വിജയത്തിലേക്ക് നല്ല നല്ല ഹാബിറ്റ്സ് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരളവ് കൃത്യമൊക്കെ ആയിട്ട് നമുക്കത് സംതൃപ്തി തരുന്നതും ആകർഷകമാക്കാനും നമുക്കതൊരു പ്രചോദനം തരുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ് ആണെന്ന് കിട്ടിയത്. അതുപോലെ അതിപ്പോ എന്തെന്നെയായാലും ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ പറ്റിയിട്ടും മാം പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു ശീലത്തിന് കൂടെ അതും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എങ്ങനെ പുതിയ പുതിയ ഹാബിറ്റ്സ് നമ്മളിൽ ഉണ്ടാക്കാനും അതുപോലെ ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതിന്റെ ആ ത്രെഡ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അതുപോലെ നമ്മളെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമ്മൾ വേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനും അത് കറക്റ്റായിട്ട് പാലിക്കാനും വേണ്ട രീതിയിലുള്ള നല്ല സജഷൻസും നല്ല ഉദാഹരണങ്ങളൊക്കെയാണ് ഇന്ന് കിട്ടിയത്. നന്നായിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഷീല മാം, മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു ഹാബിറ്റ് ട്രാക്കിങ്. അതുപോലെ എനിക്ക് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് നമ്മൾ ഒരു ശീലം അതായത് പല ശീലങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ഒരു ശീലം ആദ്യം ചെയ്ത് അത് കണ്ടിന്യൂസ് ആയി ചെയ്യുക. അത് വളരെയധികം ശരിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സേവേഴ്സിനെ കുറിച്ച് മാം ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു തന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കഴിഞ്ഞോ? മാജിക് മോർണിംഗ്. ഹലോ ഷീല മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഹാബിറ്റ് ട്രാക്കിങ് ഒന്നുമില്ലെങ്കിൽ മുഴുവനില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. ഇപ്പോൾ സേവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇനി അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനും വിചാരിക്കുന്നുണ്ട്. പിന്നെ ചെലവുകളൊന്ന് മുഴുവൻ എഴുതി തുടങ്ങാനും വിചാരിക്കുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, അപ്പോ